A warm welcome to everyone to the counseling study class. കൗൺസിലിംഗ് പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം. Today we are studying some multiple choice questions and answers in psychology. ഇന്ന് നാം പഠിക്കുന്നത് മനഃശാസ്ത്രത്തിലെ ചില മൾട്ടിപ്പിൾ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ്. 1. According to Freud, most of the problems we experience as adults ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ മുതിർന്നവരായി നമ്മൾ അനുഭവിക്കുന്ന മിക്ക പ്രശ്നങ്ങളും A. Can be traced back to unconscious conflicts created during childhood. കുട്ടിക്കാലത്ത് സൃഷ്ടിക്കപ്പെട്ട അബോധാവസ്ഥയിലുള്ള സംഘർഷങ്ങളിൽ നിന്ന് ഇത് കണ്ടെത്താനാകും. B. Are usually the result of too much introspection during adolescence. സാധാരണയായി കൗമാരത്തിലെ അമിതമായ ആത്മപരിശോധനയുടെ ഫലമാണ്. C. Can be remedied by adjusting the rewards and punishments we receive for certain behaviors. ചില സ്വഭാവങ്ങൾക്ക് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളും ശിക്ഷകളും ക്രമീകരിക്കുന്നതിലൂടെ ഇത് പരിഹരിക്കാനാകും. D. Are a result of poor social skills. മോശം സാമൂഹിക കഴിവുകളുടെ ഫലമാണ്. ഉത്തരം എ. കുട്ടിക്കാലത്ത് സൃഷ്ടിക്കപ്പെട്ട അബോധാവസ്ഥയിലുള്ള സംഘർഷങ്ങളിൽ നിന്ന് ഇത് കണ്ടെത്താനാകും. 2. According to the behaviorists, a student might talk back to a teacher. പെരുമാറ്റശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകനോട് തിരിച്ചു സംസാരിക്കാൻ കഴിയും. A. Because the teacher unconsciously reminds the student of his dominating father. കാരണം അധ്യാപകൻ അറിയാതെ തന്നെ വിദ്യാർത്ഥിയെ അവന്റെ ആധിപത്യമുള്ള പിതാവിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. B. Because the student is experiencing stress. കാരണം വിദ്യാർത്ഥി സമ്മർദ്ദം അനുഭവിക്കുന്നു. C. Because the student got rewarded somehow in the past for talking back. കാരണം ആ വിദ്യാർത്ഥിക്ക് പണ്ട് എങ്ങനെയോ മറുപടി പറഞ്ഞതിന് പ്രതിഫലം ലഭിച്ചു. D. Because of low self-esteem. ആത്മാഭിമാനം കുറവായതിനാൽ. C. കാരണം ആ വിദ്യാർത്ഥിക്ക് പണ്ട് എങ്ങനെയോ മറുപടി പറഞ്ഞതിന് പ്രതിഫലം ലഭിച്ചു. 3. One of the main beliefs of the humanistic approach is that മാനവിക സമീപനത്തിന്റെ പ്രധാന വിശ്വാസങ്ങളിലൊന്ന് അതാണ്. A. Environment plays a big role in shaping personality. വ്യക്തിത്വ രൂപീകരണത്തിൽ പരിസ്ഥിതിക്ക് വലിയ പങ്കുണ്ട്. B. People are in control of their lives and wanting to improve. മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ജീവിതം നിയന്ത്രിക്കാൻ കഴിയും. C. Aggression is at the root of most of our behaviors. നമ്മുടെ മിക്ക പെരുമാറ്റങ്ങളുടെയും മൂലകാരണം ആക്രമണമാണ്. D. People can overcome their problems by relearning social skills. സാമൂഹിക കഴിവുകൾ വീണ്ടും പഠിച്ചുകൊണ്ട് ആളുകൾക്ക് അവരുടെ പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിയും. B. മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ജീവിതം നിയന്ത്രിക്കാൻ കഴിയും. 4. The psychologist who would be most interested in learning is പഠിക്കാൻ ഏറ്റവും താല്പര്യമുള്ള മനഃശാസ്ത്രജ്ഞൻ ആരാണ്? A. Sigmund Freud. B. Wilhelm Wundt. C. John Watson. D. Carl Rogers. C. John Watson. 5. Each time a dog barks, it is given a mild shock by its collar. This is an example of ഓരോ തവണയും ഒരു നായ കുരക്കുമ്പോൾ അതിന്റെ കോളർ അതിന് നേരിയ ഒരു ഷോക്ക് നൽകുന്നു. ഇത് താഴെ പറയുന്നതിൽ ഏതിന് ഒരു ഉദാഹരണമാണ്? A. Psychoanalytic theory. മനോവിശ്ലേഷണ സിദ്ധാന്തം. B. Humanistic theory. മാനവിക സിദ്ധാന്തം. C. Behavioral theory. പെരുമാറ്റ സിദ്ധാന്തം. D. Biopsychological theory. ബയോപ്സിക്കോളജിക്കൽ സിദ്ധാന്തം. C. പെരുമാറ്റ സിദ്ധാന്തം. 6. The approach most interested in empathy is സഹാനുഭൂതിയിൽ ഏറ്റവും താല്പര്യമുള്ള സമീപനം. A. Psychoanalysis. മനോവിശ്ലേഷണം. B. Humanism. മാനവികത. C. Behaviorism. പെരുമാറ്റവാദം. D. Biopsychological. ബയോസൈക്കോളജിക്കൽ. B. Humanism. മാനവികത. 7. The social credit system in China is a practical example of ചൈനയിലെ സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം ഒരു പ്രായോഗിക ഉദാഹരണമാണ്. A. Classical conditioning. ക്ലാസിക്കൽ കണ്ടീഷനിങ്. B. Operant conditioning. ഓപ്പറന്റ് കണ്ടീഷനിങ്. C. Eclecticism. എക്ലെക്റ്റിസിസം. D. Trial and error. പരീക്ഷണത്തിലൂടെയും പിഴവിലൂടെയും.
B. ഓപ്പറന്റ് കണ്ടീഷനിങ്. 8. Think better, feel better, sums up. നന്നായി ചിന്തിക്കുക, നന്നായി തോന്നുക എന്ന് ഏത് സിദ്ധാന്തം സംഗ്രഹിക്കുന്നു? A. Psychoanalytic theory. മനോവിശ്ലേഷണ സിദ്ധാന്തം. B. Cognitive behavioral theory. വൈജ്ഞാനിക പെരുമാറ്റ സിദ്ധാന്തം. C. Humanistic theory. മാനവിക സിദ്ധാന്തം. D. Behavioral theory. പെരുമാറ്റ സിദ്ധാന്തം. B. Cognitive behavioral theory. വൈജ്ഞാനിക പെരുമാറ്റ സിദ്ധാന്തം. 9. The psychologists most inclined to study animal behavior and apply it to humans are. മൃഗങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കാനും അത് മനുഷ്യരിൽ പ്രയോഗിക്കാനും ഏറ്റവും കൂടുതൽ ചായ്വുള്ള മനഃശാസ്ത്രജ്ഞർ. A. Psychoanalysts. മനോവിശ്ലേഷണം. B. Cognitive behaviorists. വൈജ്ഞാനിക പെരുമാറ്റ വിദഗ്ധർ. C. Humanists. മാനവികവാദികൾ. D. Behaviorist. പെരുമാറ്റ വിദഗ്ധൻ. D. Behaviorist. പെരുമാറ്റ വിദഗ്ധൻ. 10. The father of psychology is. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. A. Sigmund Freud. B. Wilhelm Wundt. C. John Watson. D. B. F. Skinner. B. Wilhelm Wundt. 11. According to psychoanalytic theory, the id is. മനോവിശ്ലേഷണ സിദ്ധാന്തമനുസരിച്ച് ഐഡി എന്നത് A. The moral center of the unconscious. അബോധാവസ്ഥയുടെ ധാർമ്മിക കേന്ദ്രം. B. The desires and impulses of the unconscious. അബോധാവസ്ഥയുടെ ആഗ്രഹങ്ങളും പ്രേരണകളും. C. The entire unconscious. മുഴുവൻ അബോധാവസ്ഥയും. D. The middle ground between desires and morality. ആഗ്രഹങ്ങൾക്കും ധാർമ്മികതയ്ക്കും ഇടയിലുള്ള മധ്യനിര. B. 12. According to psychoanalytic theory, between the ages of 3 and 6, a child is. മനോവിശ്ലേഷണ സിദ്ധാന്തമനുസരിച്ച് 3-നും 6-നും ഇടയിൽ പ്രായമുള്ള ഒരു കുട്ടി. A. Anal stage. ഗുദഘട്ടം. B. Phallic stage. ഫാലിക് ഘട്ടം. C. Latency stage. ലേറ്റൻസി ഘട്ടം. D. Genital stage. ജനനേന്ദ്രിയ ഘട്ടം. B. 13. Behaviorist famous for the Little Albert experiment. ആൽബർട്ട് പരീക്ഷണത്തിലൂടെ പ്രശസ്തനായ പെരുമാറ്റ വിദഗ്ധൻ. A. Carl Rogers. B. John Watson. C. B. F. Skinner. D. Carl Rogers. B. 14. Actualizing tendency is our desire to. പ്രവണത യാഥാർത്ഥ്യമാക്കുക എന്നതാണ് നമ്മുടെ ആഗ്രഹം. A. Motivate others. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക. B. Improve ourselves. സ്വയം മെച്ചപ്പെടുത്തുക. C. Dominate others. മറ്റുള്ളവരെ ഭരിക്കുക. D. Collect actual facts. യഥാർത്ഥ വസ്തുതകൾ ശേഖരിക്കുക. B. 15. Behaviorists are primarily interested in. പെരുമാറ്റ വിദഗ്ധർക്ക് പ്രാഥമികമായി താൽപ്പര്യമുള്ളത്. A. Childhood. കുട്ടിക്കാലം. B. The unconscious. അബോധാവസ്ഥയിലുള്ളത്. C. Learning. Pathanam. D. Relationships. ബന്ധങ്ങൾ. C. 16. An applied psychologist would most likely be found. ഒരു പ്രായോഗിക മനഃശാസ്ത്രജ്ഞനെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. A. In a library researching psychological articles. മനഃശാസ്ത്ര ലേഖനങ്ങൾ ഗവേഷണം ചെയ്യുന്ന ഒരു ലൈബ്രറിയിൽ. B. In a laboratory conducting research. ഗവേഷണം നടത്തുന്ന ഒരു ലബോറട്ടറിയിൽ. C. In the field doing naturalistic observations. പ്രകൃതി നിരീക്ഷണങ്ങൾ നടത്തുന്ന മേഖലയിൽ. D. In a factory helping employees with scheduling conflicts. ഷെഡ്യൂളിംഗ് പൊരുത്തക്കേടുകളിൽ ജീവനക്കാരെ സഹായിക്കുന്ന ഒരു ഫാക്ടറിയിൽ. D. 17. The first laboratory for studying humans was created in 1879 by. മനുഷ്യരെ പഠിക്കുന്നതിനുള്ള ആദ്യത്തെ ലബോറട്ടറി 1879-ൽ സൃഷ്ടിച്ചു. A. John Watson. B. B. F. Skinner. C. William Wundt. D. Sigmund Freud. C. 18. Your oven timer ringing until you turn it off is an example of. നിങ്ങളുടെ ഓവൻ ടൈമർ ഓഫാക്കുന്നതുവരെ റിംഗ് ചെയ്യുന്നത് ഒരു ഉദാഹരണമാണ്. A. Positive reinforcement. പോസിറ്റീവ് ബലപ്പെടുത്തൽ. B. Negative reinforcement.
നെഗറ്റീവ് ബലപ്പെടുത്തൽ. C. Punishment. Sika. B. 19. Frowning at a peer who speaks in a way that you do not like is an example of. ഇഷ്ടപ്പെടാത്ത രീതിയിൽ സംസാരിക്കുന്ന ഒരു കൂട്ടുകാരനെ നോക്കി മുഖം ചുളിക്കുന്നത് ഒരു ഉദാഹരണമാണ്. A. Positive reinforcement. പോസിറ്റീവ് ബലപ്പെടുത്തൽ. B. Negative reinforcement. നെഗറ്റീവ് ബലപ്പെടുത്തൽ. C. Punishment. Sika. C. 20. Doing the dishes so that your parents do not yell at you is an example of. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് കയർക്കാതിരിക്കാൻ പാത്രങ്ങൾ കഴുകുന്നത് ഒരു ഉദാഹരണമാണ്. A. Positive reinforcement. പോസിറ്റീവ് ബലപ്പെടുത്തൽ. B. Negative reinforcement. നെഗറ്റീവ് ബലപ്പെടുത്തൽ. C. Punishment. Sika. B. 21. Attitude is a better predictor of intelligence than IQ if you have. IQ നെക്കാൾ ബുദ്ധിശക്തിയുടെ മികച്ച പ്രവചനമാണ് മനോഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ. A fixed mindset. ഒരു സ്ഥിരമായ മാനസികാവസ്ഥ. B. A growth mindset. വളർച്ചാ മനോഭാവം. C. Clever parents. ബുദ്ധിമാനായ മാതാപിതാക്കൾ. D. Divorced parents. വിവാഹമോചിതരായ മാതാപിതാക്കൾ. B. 22. Clever hands is an example of. ക്ലൈവർ ഹാൻസ് ഒരു ഉദാഹരണമാണ്. A. Experimental effect. പരീക്ഷണാത്മക പ്രഭാവം. B. Bystander effect. ബൈസ്റ്റാൻഡർ ഇഫക്റ്റ്. C. A longitudinal study. ഒരു രേഖാംശ പഠനം. D. A cross-sectional study. ഒരു ക്രോസ് സെക്ഷണൽ പഠനം. A. 23. Studying subjects without them being aware they are being studied is called. വിഷയങ്ങൾ പഠിക്കുന്നത് അവരറിയാതെ പഠിക്കുന്നതിനെ വിളിക്കുന്നു. A longitudinal study. ഒരു രേഖാംശ പഠനം. B. Naturalistic observation. സ്വാഭാവിക നിരീക്ഷണം. C. A double blind study. ഒരു ഇരട്ട അന്ധ പഠനം. D. Laboratory research. ഒരു ഇരട്ട അന്ധ പഠനം. B. 24. Studying the same group of people over an extended period of time is. ഒരേ കൂട്ടം ആളുകളെ ദീർഘകാലത്തേക്ക് പഠിക്കുന്നത്. A case study. ഒരു കേസ് പഠനം. B. A cross-sectional study. ഒരു ക്രോസ് സെക്ഷണൽ പഠനം. C. A field study. ഒരു ഫീൽഡ് പഠനം. D. A longitudinal study. ഒരു രേഖാംശ പഠനം. D. 25. A double blind occurs when. ഇരട്ട അന്ധത സംഭവിക്കുമ്പോൾ. A. Neither the researcher nor the participants know which is the control group. ഗവേഷകനോ പങ്കാളികൾക്കോ നിയന്ത്രണ ഗ്രൂപ്പ് ഏതാണെന്ന് അറിയില്ല. B. Neither the researcher nor the participants know what the dependent variable is. ഗവേഷകനോ പങ്കാളികൾക്കോ നിയന്ത്രണ ഗ്രൂപ്പ് ഏതാണെന്ന് അറിയില്ല. C. Neither the control group nor the experimental group know which is which. നിയന്ത്രണ ഗ്രൂപ്പിനോ പരീക്ഷണ ഗ്രൂപ്പിനോ ഏതാണെന്ന് അറിയില്ല. D. Only the researcher knows which is the control group and which is the experimental group. ഏത് കൺട്രോൾ ഗ്രൂപ്പ് ആണെന്നും ഏത് പരീക്ഷണ ഗ്രൂപ്പ് ആണെന്നും ഗവേഷകന് മാത്രമേ അറിയൂ. A. 26. In the class divided video, brown eyes, blue eyes, the teacher violated ethical principles because. ക്ലാസ് വിഭജിത വീഡിയോയിൽ തവിട്ട് കണ്ണുകൾ, നീല കണ്ണുകൾ, അധ്യാപകൻ ധാർമ്മിക തത്വങ്ങൾ ലംഘിച്ചു. കാരണം. A. She didn't seek parental permission. അവൾ മാതാപിതാക്കളുടെ അനുമതി തേടിയില്ല. B. She didn't allow the children to opt of the experiment. അവൾ കുട്ടികളെ പരീക്ഷണം തിരഞ്ഞെടുക്കാൻ അനുവദിച്ചില്ല. C. She didn't anticipate possible harm. അവൾ സാധ്യമായ ദോഷം പ്രതീക്ഷിച്ചില്ല. D. All the above. മുകളിൽ പറഞ്ഞവയെല്ലാം. D. 27. In the Quiet Rage video, Stanford experiment, the researcher violated ethical. നിശബ്ദ ക്രോധ വീഡിയോയിൽ സ്റ്റാൻഫോർഡ് പരീക്ഷണം, ഗവേഷകൻ ധാർമ്മികത ലംഘിച്ചു. A. He physically abused the mock prisoners. അയാൾ വ്യാജ തടവുകാരെ ശാരീരികമായി പീഡിപ്പിച്ചു. B. He didn't randomly assign the students to groups. അദ്ദേഹം ക്രമരഹിതമായി വിദ്യാർത്ഥികളെ ഗ്രൂപ്പുകളായി തിരിച്ചിട്ടില്ല. C. He participated in the experiment himself. അയാൾ സ്വയം പരീക്ഷണത്തിൽ പങ്കെടുത്തു.
D. He didn't pay his participants. അവൻ തന്റെ പങ്കാളികൾക്ക് പണം നൽകിയില്ല. C. 28. Stanley Milgram is famous for his experiment that studied. സ്റ്റാൻലി മിൽഗ്രിം തന്റെ പരീക്ഷണത്തിന് പേരുകേട്ടതാണ്, അതിൽ അദ്ദേഹം പഠിച്ചത്. A. How anxious the population is. ജനങ്ങൾ എത്രമാത്രം ആശങ്കാകുലരാണ്. B. Conformity. അനുരൂപത. C. The prison system. ജയിൽ സംവിധാനം. D. Obedience to authority. അധികാരത്തോടുള്ള അനുസരണം. D. 29. The ASH test is an experiment designed to study. പഠിക്കാൻ രൂപകൽപ്പന ചെയ്ത ഒരു പരീക്ഷണമാണ് ആഷ് ടെസ്റ്റ്. A. How anxious the population is. ജനങ്ങൾ എത്രമാത്രം ആശങ്കാകുലരാണ്. B. Conformity. അനുരൂപത. C. The prison system. ജയിൽ സംവിധാനം. D. Obedience to authority. അധികാരത്തോടുള്ള അനുസരണം. B. 30. The defense of American soldiers who tortured prisoner in Iraq was based on the premise that ഇറാഖിൽ തടവുകാരെ പീഡിപ്പിച്ച അമേരിക്കൻ സൈനികരെ പ്രതിരോധിക്കുന്നത്. A. People are inherently evil. ആളുകൾ സ്വതവേ ദുഷ്ടരാണ്. B. People will always listen to an authority figure. ആളുകൾ എപ്പോഴും ഒരു അധികാര വ്യക്തിയെ ശ്രദ്ധിക്കും. C. The system was corrupt, not the soldiers. പട്ടാളക്കാരല്ല, വ്യവസ്ഥയാണ് അഴിമതി നിറഞ്ഞത്. D. The army brainwashes soldiers. സൈന്യം സൈനികരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു. C. 11. When subjects in an experiment can guess how they are expected to behave and then they behave that way, they are showing. ഒരു പരീക്ഷണത്തിലെ വിഷയങ്ങൾക്ക് തങ്ങൾ എങ്ങനെ പെരുമാറുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ഊഹിക്കാൻ കഴിയുകയും പിന്നീട് അവർ ആ രീതിയിൽ പെരുമാറുകയും ചെയ്യുമ്പോൾ അവർ കാണിക്കുന്നത്. A. Experimenter bias. പരീക്ഷണാത്മക പക്ഷപാതം. B. Demand characteristics. ഡിമാൻഡ് സവിശേഷതകൾ. C. Positive reinforcement. പോസിറ്റീവ് ബലപ്പെടുത്തൽ. D. Negative reinforcement. നെഗറ്റീവ് ബലപ്പെടുത്തൽ. B. 32. Placebos will cure pain %% of the time. A. 10. B. 50. C. 60. D. 100. B. 33. In the Milgram experiment, the percentage of participants willing to deliver a potentially legal shock to the learner was. മിൽഗ്രാം പരീക്ഷണത്തിൽ പഠിതാവിന് മാരകമായ ഒരു ആഘാതം നൽകാൻ തയ്യാറായ പങ്കാളികളുടെ ശതമാനം. A. 10%. B. 50%. C. 65%. D. 100%. C. 34. According to the findings of the ASH experiment, conformity tends to increase when ആഷ് പരീക്ഷണത്തിന്റെ കണ്ടെത്തലുകൾ അനുസരിച്ച് അനുരൂപത വർദ്ധിക്കുന്നത് എപ്പോഴാണ്? A. People are invited to respond privately. സ്വകാര്യമായി പ്രതികരിക്കാൻ ആളുകളെ ക്ഷണിക്കുന്നു. B. We fear that we may be lethally shocking someone. നമ്മൾ ആരെയെങ്കിലും മാരകമായി ഞെട്ടിച്ചേക്കാം എന്ന് ഭയപ്പെടുന്നു. C. We perceive the other members of the group to have higher social status. ഗ്രൂപ്പിലെ മറ്റ് അംഗങ്ങൾക്ക് ഉയർന്ന സാമൂഹിക പദവിയുണ്ടെന്ന് ഞങ്ങൾ കാണുന്നു. D. When the group size is fewer than 3 people. ഗ്രൂപ്പിന്റെ വലുപ്പം 3 പേരിൽ കുറവാണെങ്കിൽ. C. 35. In the Princeton Theology Seminary experiment, divinity students were more willing to help a man in distress if പ്രിൻസ്റ്റൺ ദൈവശാസ്ത്ര സെമിനാരി പരീക്ഷണത്തിൽ ദൈവിക വിദ്യാർത്ഥികൾ ദുരിതത്തിലായ ഒരു മനുഷ്യനെ സഹായിക്കാൻ കൂടുതൽ സന്നദ്ധരായിരുന്നു. A. They felt they had time. അവർക്ക് സമയമുണ്ടെന്ന് അവർക്ക് തോന്നി. B. They were thinking about the Good Samaritan sermon. അവർ നല്ല ശമര്യക്കാരൻ എന്ന പ്രസംഗത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. C. They were ordained priests. അവർ പുരോഹിതന്മാരായി നിയമിക്കപ്പെട്ടു. D. There were no other bystanders. വേറെ ആരും ഉണ്ടായിരുന്നില്ല. A. 36. In 2009, the Milgram experiment was replicated but with the maximum shock being reduced from 450 volts to 150, and screening participants to remove those who may experience adverse reactions. The findings were 2009 ഇൽ മിൽഗ്രിം പരീക്ഷണം ആവർത്തിച്ചു,
എന്നാൽ പരമാവധി ഷോക്ക് 450 വോൾട്ടിൽ നിന്ന് 150 ആയി കുറച്ചു. പ്രതികൂല പ്രതികരണങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ളവരെ നീക്കം ചെയ്യുന്നതിനായി പങ്കെടുക്കുന്നവരെ സ്ക്രീൻ ചെയ്തു. കണ്ടെത്തലുകൾ: A. 50% fewer participants obeyed the authority figure than in the original study. യഥാർത്ഥ പഠനത്തേക്കാൾ 50% കുറവ് പങ്കാളികൾ മാത്രമാണ് അധികാര കണക്ക് അനുസരിച്ചത്. B. 25% fewer participants obeyed the authority figure than in the original study. യഥാർത്ഥ പഠനത്തേക്കാൾ 25% കുറവ് പങ്കാളികൾ അധികാര കണക്ക് അനുസരിച്ചു. C. The participants obeyed at the same rate as the original study. ആദ്യ പഠനത്തിലെ അതേ നിരക്കിൽ പങ്കാളികൾ അനുസരിച്ചു. D. The participants all obeyed the authority figure, 100%. പങ്കെടുത്തവരെല്ലാം അധികാര കണക്ക് അനുസരിച്ചു, 100%. C. 37. Both Jane Elliott, Brown Eyes, Blue Eyes, and Philip Zimbardo, Stanford Prison Experiment, created ethical issues in their experiment when ജെയിൻ എലിയറ്റ്, തവിട്ട് കണ്ണുകൾ, നീല കണ്ണുകൾ, ഫിലിപ്പ് സിംബാർഡോ, സ്റ്റാൻഫോർഡ് ജയിൽ പരീക്ഷണം എന്നിവർ അവരുടെ പരീക്ഷണത്തിൽ ധാർമ്മിക പ്രശ്നങ്ങൾ സൃഷ്ടിച്ചപ്പോൾ A. They did not properly inform participants of what was going to happen. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർ പങ്കെടുക്കുന്നവരെ ശരിയായി അറിയിച്ചില്ല. B. They participated in an active role in the experiment themselves. അവർ പരീക്ഷണത്തിൽ സജീവ പങ്കുവഹിച്ചു. C. They caused emotional harm to participants. പങ്കെടുക്കുന്നവർക്ക് വൈകാരികമായ ദോഷം വരുത്തിവെച്ചു. D. All the above. മുകളിൽ പറഞ്ഞവയെല്ലാം. D. 38. The factor the experimenter manipulates or changes in the experiment is called the. പരീക്ഷണത്തിൽ പരീക്ഷണാർത്ഥി കൃത്രിമം കാണിക്കുന്ന അല്ലെങ്കിൽ മാറ്റം വരുത്തുന്ന ഘടകത്തെ വിളിക്കുന്നു. A. Dependent variable. ആശ്രിത വേരിയബിൾ. B. Independent variable. സ്വതന്ത്ര വേരിയബിൾ. C. Placebo. പ്ലാസിബോ. D. Hypothesis. സിദ്ധാന്തം. B. 39. In the 1800s, the strange case of this railway worker with damage to his frontal lobe prompted people to wonder if brain functions were localized. 1800-കളിൽ ഈ റെയിൽവേ തൊഴിലാളിയുടെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ച വിചിത്രമായ കേസ് തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ പ്രാദേശികവൽക്കരിച്ചിട്ടുണ്ടോ എന്ന് ആളുകളെ സംശയിക്കാൻ പ്രേരിപ്പിച്ചു. A. James Watson. B. Phineas Gage. ഫിനിയസ് ഗേജ്. C. John Smith. D. Sigmund Freud. B. 40. The area closest to your scalp, outside of your head is the. നിങ്ങളുടെ തലയോട്ടിയോട് ഏറ്റവും അടുത്തുള്ള ഭാഗം തലയ്ക്ക് പുറത്ത്. A. Old brain. പഴയ തലച്ചോറ്. B. New brain. പുതിയ തലച്ചോറ്. C. Midbrain. മധ്യ മസ്തിഷ്കം. D. Amygdala. അമിഗ്ഡാല. C. 41. A personality disorder characterized by persistent antisocial behavior, impaired empathy and remorse, and bold disinhibit, and egotistical traits. നിരന്തരമായ സാമൂഹിക വിരുദ്ധ പെരുമാറ്റം, ദുർബലമായ സഹാനുഭൂതിയും പശ്ചാത്താപവും, ധീരമായ തടസ്സമില്ലാത്തതും അഹങ്കാര സ്വഭാവവിശേഷങ്ങളും സ്വഭാവ സവിശേഷതകളുള്ള ഒരു വ്യക്തിത്വ വൈകല്യം. A. Serial killer. പരമ്പര കൊലയാളി. B. Psychopathy. മനോരോഗം. C. Anxiety disorder. ഉത്കണ്ഠ രോഗം. D. Aggression disorder. ആക്രമണ വൈകല്യം. B. 42. The two hemispheres of the brain are connected by the. തലച്ചോറിന്റെ രണ്ട് അർദ്ധഗോളങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത്. A. Amygdala. അമിഗ്ഡാല. B. Thalamus. Thalamus. C. Pituitary gland. പിറ്റ്യൂട്ടറി ഗ്രന്ഥി. D. Corpus callosum. കോർപ്പസ് കാലോസം. C. 43. The lobe responsible for sight is. കാഴ്ചയ്ക്ക് ഉത്തരവാദിയായ ലോബ് ആണ്. A. Frontal lobe. B. Parietal lobe. C. Occipital lobe. D. Temporal lobe. C. 44. The four main parts of the brain are. തലച്ചോറിന്റെ 4 പ്രധാന ഭാഗങ്ങൾ. A. Brainstem, medulla oblongata, thalamus, cerebrum. B. Brainstem,
thalamus, cerebrum, cerebellum. C. The cerebellum, thalamus, cerebrum, pons. D. Neurons, pons, medulla oblongata, midbrain. B. 45. Psychopathy is characterized with dysfunction in these two brain areas. തലച്ചോറിലെ ഈ രണ്ട് മേഖലകളിലെയും പ്രവർത്തന വൈകല്യങ്ങളാണ് സൈക്കോപതിയുടെ സവിശേഷത. A. Prefrontal cortex and amygdala. B. Prefrontal cortex and corpus callosum. C. Amygdala and corpus callosum. D. Amygdala and temporal lobe. A. 46. The brain stem has 3 parts. തലച്ചോറിന്റെ തണ്ടിന് 3 ഭാഗങ്ങളുണ്ട്. A. Cerebellum, thalamus, cerebrum. B. Thalamus, cerebrum, frontal lobe. C. Frontal lobe, parietal lobe, occipital lobe. D. Medulla oblongata, pons, midbrain. D. 47. The main function of the cerebellum is സെറിബെല്ലത്തിന്റെ പ്രധാന പ്രവർത്തനം A. Vision and hearing. കാഴ്ചയും കേൾവിയും. B. Breathing, circulation, and digestion. ശ്വസനം, രക്തചംക്രമണം, ദഹനം. C. Emotions and circadian rhythm. വികാരങ്ങളും സർക്കാഡിയൻ താളവും. D. Motor control and motor memory. മോട്ടോർ നിയന്ത്രണവും മോട്ടോർ മെമ്മറിയും. D. 48. The lobe responsible for comprehension of sound and speech is ശബ്ദത്തിന്റെയും സംസാരത്തിന്റെയും ഗ്രഹണത്തിന് ഉത്തരവാദിയായ ലോബ്. A. Frontal lobe. B. Parietal lobe. C. Occipital lobe. D. Temporal lobe. D. 49. A disorder where a patient believes a loved one has been replaced by an identical looking imposter. ഒരു രോഗി തന്റെ പ്രിയപ്പെട്ട വ്യക്തിയെ പകരം സമാനമായ ഒരു വഞ്ചകനാൽ മാറ്റിസ്ഥാപിക്കപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്ന ഒരു രോഗം. A. Prosopagnosia. B. Capgras syndrome. C. Chronic traumatic encephalopathy. D. Amnesia. B. 50. The brain part in charge of circadian rhythm is സർക്കാഡിയൻ താളത്തിന് ഉത്തരവാദിയായ തലച്ചോറിന്റെ ഭാഗം. A. The brain stem. B. The cerebellum. C. The thalamus. D. The pons. C. 51. 80% of the brain is made of Thay. തലച്ചോറിന്റെ 80% നിർമ്മിച്ചിരിക്കുന്നത് A. Ventricles. B. Pituitary gland. C. Medulla. D. Cerebral cortex. D. 52. The first wave of sex hormones promote ലൈംഗിക ഹോർമോണുകളുടെ ആദ്യ തരംഗം പ്രോത്സാഹിപ്പിക്കുന്നു. A. Growth of lean muscle mass. മെലിഞ്ഞ പേശികളുടെ വളർച്ച. B. A spike in estrogen in females and testosterone in males. സ്ത്രീകളിൽ ഈസ്ട്രജനിലും പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്ററോണിലും വർധനവ്. C. Activation of sweat and oil glands. വിയർപ്പ്, എണ്ണഗ്രന്ഥികളുടെ സജീവമാക്കൽ. D. Bone growth. അസ്ഥി വളർച്ച. C. 53. During sleep, this gland releases growth hormones necessary for development. ഉറക്കത്തിൽ ഈ ഗ്രന്ഥി വികാസത്തിന് ആവശ്യമായ വളർച്ചാ ഹോർമോണുകൾ പുറത്തുവിടുന്നു. A. Amygdala. B. Pituitary. C. Parietal. D. Pons. B. 54. The brain stem controls തലച്ചോറിന്റെ കാണ്ഡം നിയന്ത്രിക്കുന്നു. A. Breathing, circulation, digestion. ശ്വസനം, രക്തചംക്രമണം, ദഹനം. B. Emotions, circadian rhythm. വികാരങ്ങൾ, സർക്കാഡിയൻ താളം. C. Motor control, motor memory. മോട്ടോർ നിയന്ത്രണം, മോട്ടോർ മെമ്മറി. D. Vision, hearing. കാഴ്ച, കേൾവി. A. 55. The hormone that helps you wind down for sleep is called ഉറക്കം സുഖപ്പെടുത്താൻ സഹായിക്കുന്ന ഹോർമോണിന്റെ പേര് A. Cortisol. B. Estrogen. C. Melatonin. D. Placebo. C. 56. By the time you are 6 years old, your brain is _% developed. നിങ്ങൾക്ക് 6 വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ തലച്ചോറ് _% വികസിച്ചിരിക്കും. A. 100. B. 95. C. 50. D. 45. B. 57.
nerve cells in the brain that are filled with tau protection and appear brown under a microscope would indicate this disease. തലച്ചോറിലെ നാഡീകോശങ്ങൾ ടൗ സംരക്ഷണം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും മൈക്രോസ്കോപ്പിന് കീഴിൽ തവിട്ട് നിറത്തിൽ കാണപ്പെടുന്നതും ഈ രോഗത്തെ സൂചിപ്പിക്കുന്നു. A. Fetal alcohol syndrome. B. Chronic traumatic encephalopathy. C. Acute anxiety disorder. D. Parkinson's disease. B. 58. The area of the brain that is used for evaluating choices and weighing consequences is called the. തെരഞ്ഞെടുപ്പുകൾ വിലയിരുത്തുന്നതിനും അനന്തരഫലങ്ങൾ തൂക്കിനോക്കുന്നതിനും തലച്ചോറിൽ ഉപയോഗിക്കുന്ന ഭാഗത്തെ വിളിക്കുന്നു. A. Amygdala. B. Pituitary gland. C. The prefrontal cortex. D. The occipital lobe. C. 59. The fatty layer of insulation that costs axons and speeds up transmissions is. ആക്സോണുകൾക്ക് വില നൽകുകയും പ്രക്ഷേപണം വേഗത്തിലാക്കുകയും ചെയ്യുന്ന ഇൻസുലേഷന്റെ ഫാറ്റി പാളി. A. The pons. B. Cortisol. C. Myelin sheath. D. Melatonin. C. 60. The scientific name for face blindness is. മുകാന്തയുടെ ശാസ്ത്രീയ നാമം. A. Prosopagnosia. പ്രോസോപാഗ്നോസിയ. B. Chronic traumatic encephalopathy. ക്രോണിക് ട്രോമാറ്റിക് എൻസെഫലോപ്പതി. C. Concussion. മസ്തിഷ്കാഘാതം. D. Amnesia. ഓർമ്മക്കുറവ്. A. 61. The scientific name for the brain thinning that happens in adolescence is. കൗമാരത്തിൽ സംഭവിക്കുന്ന തലച്ചോറിലെ കനം കുറയൽ എന്നതിന്റെ ശാസ്ത്രീയ നാമം. A. Myelin sheath. മെയ്ലിൻ കവചം. B. Synaptic pruning. സിനാഡിക് പ്രൂണിംഗ്. C. Melatonin pruning. മെലറ്റോണിൻ പ്രൂണിംഗ്. D. Circadian rhythm. സർക്കാഡിയൻ റിതം. B. 62. A famous Canadian psychopath. ഒരു പ്രശസ്ത കനേഡിയൻ മനോരോഗി. A. Ted Bundy. B. Paul Bernardo. C. Peter London. D. Clifford Olson. B. 63. The emotional center of the brain that teens may rely too heavily upon since their brains are not fully wired is called the. കൗമാരക്കാരുടെ തലച്ചോറ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമല്ലാത്തതിനാൽ അവർ വളരെയധികം ആശ്രയിക്കുന്ന തലച്ചോറിന്റെ വൈകാരിക കേന്ദ്രത്തെ വിളിക്കുന്നു. A. Prefrontal cortex. B. The amygdala. C. The myelin sheath. D. The parietal lobe. B. 64. The pleasure and reward area of the brain is called. തലച്ചോറിലെ ആനന്ദത്തിന്റെയും പ്രതിഫലത്തിന്റെയും മേഖലയെ വിളിക്കുന്നു. A. Nucleus accumbens. B. The temporal lobe. C. The prefrontal cortex. D. The brain stem. A. 65. The face recognition center of the brain is called the. തലച്ചോറിലെ മുഖം കേന്ദ്രം അറിയപ്പെടുന്നത്. A. Amygdala. B. Prefrontal cortex. C. Fusiform gyrus. D. Capgras. C. 66. The prevalence of psychopathy in the general population is %. പൊതുജനങ്ങളിൽ മനോരോഗത്തിന്റെ വ്യാപനം %% A. 2 to 5. B. 5 to 8. C. 10. D. 0.5-1. D. 67. Phantom limbs are painful when. പ്രേത അവയവങ്ങൾ വേദനാജനകമാകുമ്പോൾ. A. The original limb was missing at birth. ജനനസമയത്ത് യഥാർത്ഥ അവയവം നഷ്ടപ്പെട്ടു. B. The original limb was amputated immediately after an accident. ഒരു അപകടത്തിന് ശേഷം ഉടൻ തന്നെ യഥാർത്ഥ അവയവം മുറിച്ചു മാറ്റി. C. The original limb was paralyzed and painful for months before amputation. മുറിച്ചു മാറ്റുന്നതിന് മുമ്പ് മാസങ്ങളോളം ആദ്യത്തെ അവയവം തളർന്നുപോയി വേദനാജനകമായിരുന്നു. D. The patient is a psychopath. രോഗി ഒരു മനോരോഗിയാണ്. C. 68. A condition in which one sense is cross-wired and is simultaneously perceived with another sense limb. ഒരു ഇന്ദ്രിയം പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നതും അതേസമയം മറ്റൊരു ഇന്ദ്രിയവുമായി ഗ്രഹിക്കപ്പെടുന്നതുമായ ഒരു അവസ്ഥ. A. Phantom limb. B. Prosopagnosia. C. Fetal alcohol syndrome. D. Synesthesia. D. 69.
Brain damage to a fetus due to alcohol during pregnancy is called. ഗർഭകാലത്ത് മദ്യം മൂലം ഗർഭിണ്ഡത്തിനുണ്ടാകുന്ന തലച്ചോറിനുണ്ടാകുന്ന ക്ഷതത്തെ. A. Fetal alcohol syndrome. B. Prosopagnosia. C. Synesthesia. D. Chronic traumatic encephalopathy. A. 70. An individual's normal reaction to fear can be entirely wiped out due to damage in this area of the brain. തലച്ചോറിന് ഈ ഭാഗത്തിനുണ്ടാകുന്ന കേടുപാടുകൾ മൂലം ഭയത്തോടുള്ള ഒരു വ്യക്തിയുടെ സാധാരണ പ്രതികരണം പൂർണ്ണമായും ഇല്ലാതാകാം. A. Prefrontal cortex. B. Occipital lobe. C. Amygdala. D. Pituitary gland. C. 71. Psychopathy can be diagnosed using the following checklist. താഴെ പറയുന്ന ചെക്ക്ലിസ്റ്റ് ഉപയോഗിച്ച് മനോരോഗം നിർണ്ണയിക്കാൻ കഴിയും. A. Smith psychopathy checklist. B. Jones psychopathy checklist. C. Hare psychopathy checklist. D. Beck psychopathy checklist. C. 72. In male teenagers, testosterone will spike approximately. കൗമാരക്കാരായ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റെറോൺ ഏകദേശം വർദ്ധിക്കും. A. 10 times more than previously. B. 25 times more than previously. C. 50 times more than previously. D. 75 times more than previously. C. 73. Of the 111 brains of National Football League players studied, what hash were confirmed cases of chronic traumatic encephalopathy? നാഷണൽ ഫുട്ബോൾ ലീഗ് കളിക്കാരുടെ 111 തലച്ചോറുകളിൽ നടത്തിയ പഠനത്തിൽ ക്രോണിക് ട്രോമാറ്റിക് എൻസഫലോപ്പതിയുടെ സ്ഥിരീകരിച്ച കേസുകൾ ഏതൊക്കെയായിരുന്നു? A. 110. B. 100. C. 90. D. 50. A. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എന്റെ നന്ദി നമസ്കാരം. പ്രോഗ്രാം തയ്യാറാക്കിയത് അലക്സാണ്ടർ എം വി പത്തനംതിട്ട. 7907167566